ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് സഹോദരിയുടെ കല്യാണ വീഡിയോസായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി മുന്നേ ഹൽദിയുടെ വീഡിയോ അതുപോലെ തന്നെ മെഹന്തി നൈറ്റിൻ്റെ വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ഇത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാത്ത എന്തെന്ന്. കുറച്ച് ഒരാഴ്ച കൂടുതലായി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് താമസിച്ചു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് കല്യാണം നടന്നിട്ടുള്ളത് നമ്മുടെ കല്ലറ പാങ്ങോട് മഞ്ഞാണി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നേ. അങ്ങനെ വന്നോടനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ചായ ഐറ്റങ്ങളും പൊരിപ്പും പോപ്കോണും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ പോപ്കോൺ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹിബായും ജാസ്മിൻ ഇങ്ങനെ പോപ്കോണിന് ചുറ്റും കിടന്ന് കറങ്ങിയായിരുന്നു. അവർ എത്ര പാക്കറ്റ് കഴിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല മഴയായിരുന്നു. അപ്പം അതിൻ്റെ സഹോദരൻ്റെ പാലുകാച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും പിന്നെ ഒരുമിച്ച് കൂടിയ ഈ അനിയത്തിയുടെ കല്യാണത്തിനായിരുന്നു. താത്ത ഉണ്ട്, നാത്തൂനുണ്ട്, നിസ്സുണ്ട്, എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ മണവാളൻ ചെക്കൻ ചെറുക്കനെ നാത്തൂനെയൊക്കെ ഞാൻ വരവേൽക്കാൻ പോകണമല്ലേ, അതിന് ഞാൻ നാസി വിളിക്കാൻ വന്നിട്ടുള്ളതിന്. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. മണവാളൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ആറ്റോളത്തിൽ എത്തിയിട്ടുണ്ട്. അതിനിങ്ങനെ പൂച്ചൻ്റെ പൂമാലയൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, അങ്ങനെ ആ ഒരു സംഭവം നടക്കുകയാണ്. പിന്നെ അത്യാവശ്യം കൂക്കും വിളിയും ഡാൻസൊക്കെ ഇരുന്ന് എന്താ ആറ്റോളത്തിലോട്ട് പോവുകയാണ്. ഇത് ഇന്നിപ്പം 21-ാം തീയതി നടന്നിട്ടുള്ള കല്യാണമാണ് കേട്ടോ. ഇത് അന്ന് മറ്റേ നിക്കാഹും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നിക്കാഹൊക്കെ മുന്നേ 1 വർഷത്തോളം നിക്കാഹ് കഴിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇന്നിപ്പം ആറ്റോളത്തി അങ്ങനെ ഇതൊന്നുമില്ല. ഞാൻ താലികെട്ട് മാത്രമേ ഉള്ളായിരുന്നേ. അനിയത്തിയെ ഇസാനായ ആഡിറ്റോറിയത്തിലോട്ട് കൊണ്ടുപോകണതാണ്. ശരിക്കും എനിക്ക് നല്ല രീതിയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. മറ്റേ ഹൽദിയുടെയും അതുപോലെ തന്നെ മെഹന്തിയുടെയൊക്കെ ഞാൻ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോടുകൂടി എടുത്തിട്ടുണ്ട്. അതെനിക്ക് അത്ര നല്ല തിരക്കും ഉണ്ടായിരുന്നു, അത്ര നല്ലപോലെ എനിക്ക് എടുക്കാനും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ശരിക്കും മണവാട്ടിയുടെ ഡ്രസ്സ് ഈ കളറല്ലായിരുന്നു എൻ്റെ ക്യാമറയിൽ ഇങ്ങനെ കാണുന്നത്. ഞാൻ ലാസ്റ്റ് വരെ ഈ വീഡിയോസ് ഒന്ന് കാണണം. ഞാൻ ലാസ്റ്റിൽ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തേക്കാം ഒറിജിനൽ ഡ്രസ്സിൻ്റെ കളറും കാര്യങ്ങളും. അത് അവിടെ താലികെട്ടൊക്കെ നടക്കുകയാണ്. പിന്നെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാവർക്കും ഹെയറായിട്ട് നടന്നിട്ടുണ്ട്. എനിക്ക് അതും നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ താലികെട്ടൊക്കെ കഴിഞ്ഞ് എല്ലാം ഒക്കെ നല്ല രീതിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ താലികെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹിബയുടെയും ജാസ്മിയുടെയും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനും സഹോദരൻ്റെ നാത്തൂനും അനിയത്തി മക്കളും എല്ലാവരും കൂടെ ആണ് കേട്ടോ, ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തിയൊക്കെ വെച്ചിട്ട് ഞാൻ 2-3 ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 1-2 പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. അതുപോലെ തന്നെ ഞാൻ ഹൽദിയുടെയും മൈലാഞ്ചിടക്കത്തിൻ്റെയും വീഡിയോ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതും കൂടെ കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് കേട്ടോ എൻ്റെ മക്കളുടെ കോസ്റ്റ്യൂം. ഇതാണ് അനിയത്തിയുടെയും അനിയൻ്റെയും ഡ്രസ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ, അസ്സലാമു അലൈക്കും.